നമസ്കാരം. ഓരോ ദിവസവും രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എന്തൊക്കെ ചിന്തിക്കണം, എന്തൊക്കെ സംസാരിക്കണം, എന്തൊക്കെ പെരുമാറണം എന്നതിന്റെ നിയന്ത്രണം നമ്മുടെ സ്വന്തം കയ്യിലാണോ അതോ മറ്റുള്ളവർ നൽകുന്ന വാക്കുകൾക്കനുസരിച്ച് അല്ലെങ്കിൽ പുറമേ നിന്ന് വരുന്ന ഉത്തേജനത്തിനനുസരിച്ച് വെറുതെ പ്രതികരിക്കുക മാത്രമാണോ നമ്മൾ ചെയ്യുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഒരാൾ എന്നോട് ദേഷ്യപ്പെടുമ്പോൾ ഞാൻ തിരിച്ച് ദേഷ്യപ്പെട്ടു, ഒരാൾ എന്നോട് ചൂടായപ്പോൾ ഞാൻ മൂഡ് ഔട്ടായി, അവരെന്നെ നോക്കി ചിരിച്ചപ്പോൾ ഞാൻ ഹാപ്പിയായി. ഇങ്ങനെ ബാഹ്യ സാഹചര്യങ്ങളുടെ റിമോട്ടിനനുസരിച്ച് ചലിക്കേണ്ട ഒരു പാവയാണോ നമ്മൾ? അല്ല, ഒരിക്കലുമല്ല. നമ്മൾ എന്ത് ചിന്തിക്കണം, നമ്മൾ എന്ത് സംസാരിക്കണം, നമ്മൾ എങ്ങനെ പെരുമാറണം, ഇതൊക്കെ നമ്മുടെ സ്വന്തം കയ്യിലാണ്. കൂടെയുള്ളവർ എത്ര പരുഷമായി സംസാരിച്ചാലും എനിക്ക് അവിടെ ഒരു ചോയ്സ് ഉണ്ട്. അങ്ങനെ പറയാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. ഇത് സ്വാഭാവികമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ടെൻഷൻ അടിക്കുന്നത് സ്വാഭാവികമല്ലേ? ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആർക്കായാലും ദേഷ്യം വരില്ലേ? വരണം എന്ന് നിർബന്ധമില്ല. കാരണം ഒരേ സാഹചര്യത്തിൽ ഒരു വീട്ടിൽ തന്നെയുള്ള 3 വ്യക്തികൾ 3 രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രതികരണമായിരുന്നു ശരിയെങ്കിൽ എല്ലാവരും അതേപോലെയല്ലേ ചെയ്യേണ്ടത്? അല്ലല്ലോ. ഇതൊക്കെ മനസ്സിന്റെ അവസ്ഥയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സ്വയം തീരുമാനിക്കാം. എന്റെ കൂടെയുള്ളവർ എന്നോട് ദേഷ്യപ്പെടുന്നു, പക്ഷെ എനിക്ക് ശാന്തമായി ശക്തമായി എനിക്ക് പറയേണ്ട മറുപടി കൊടുക്കാൻ സാധിക്കുമോ? നമ്മുടെ ആശയങ്ങൾ നമ്മൾ തീർച്ചയായും സ്പഷ്ടമാക്കണം. നമുക്ക് ശരിയെന്ന് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. പക്ഷെ അത് ഏത് ഭാഷയിൽ, ഏത് മാനസിക സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പറയുന്നു എന്നതിൽ നമുക്ക് തീർച്ചയായും നിയന്ത്രണമുണ്ട്. ലോകം മുഴുവൻ അഴിമതി നടക്കുന്നു. അഴിമതിയില്ലാതെ ഒരു കാര്യവും നടക്കില്ല എന്ന് പറയുമ്പോൾ പോലും സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചാൽ അതിൽ ഓരോ ചുവട് വെച്ച് മുന്നോട്ട് പോകുവാൻ എനിക്ക് സാധിക്കും. അതേപോലെ മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ അത് ഓഫീസിലാണെങ്കിലും വീട്ടിൽ കുട്ടികളോടാണെങ്കിലും അവരോട് പറയേണ്ട കാര്യം വളരെ സ്പഷ്ടമായ ഭാഷയിൽ ശക്തമായും ശാന്തമായും സ്നേഹത്തോടെയും വേണം എന്ന് വിചാരിച്ചാൽ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. കുട്ടികളോടായാലും കൂടെയുള്ള കുടുംബാംഗങ്ങളോടായാലും സുഹൃത്തുക്കളോടായാലും അവരോട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകുന്നതിന് മുമ്പ് ആദ്യം അവരുടെ വിശേഷതകളെ നമുക്ക് വർണ്ണിക്കാം. എല്ലാവരും ആഗ്രഹിക്കുന്നത് അവരിലുള്ള നന്മകളെ നമ്മൾ തിരിച്ചറിയണം, അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ്. നമ്മൾ ഓരോരുത്തരും അത് തന്നെയല്ലേ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണം എന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച് വേണം നമ്മൾ മറ്റുള്ളവരോട് ചെയ്തു തുടങ്ങേണ്ടത്. അങ്ങനെ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ പതുക്കെ പതുക്കെ മറ്റുള്ളവരിൽ നിന്നും അങ്ങനെയുള്ള പ്രതികരണങ്ങൾ നമുക്ക് ലഭിച്ചു തുടങ്ങും. റിസൾട്ട് കിട്ടി തുടങ്ങിയാൽ പിന്നെ ആ രീതിയിലൂടെ സഞ്ചരിക്കുവാനുള്ള പ്രചോദനം നമുക്കായല്ലോ. ഇങ്ങനെ ഒരു മാറ്റം നമ്മിൽ വരണമെങ്കിൽ ദിവസം മുഴുവൻ നമ്മൾ ടിവിയിൽ കൂടെയും മൊബൈലിൽ കൂടെയും കമ്പ്യൂട്ടറിൽ കൂടെയും ഒക്കെ എന്തൊക്കെയാണ് കാണുന്നത്, കേൾക്കുന്നത്, വായിക്കുന്നത്, ഇതിലൊക്കെ ഒന്ന് ശ്രദ്ധ ചെലുത്തൂ. കാരണം നമ്മൾ ഉള്ളിലേക്ക് കടത്തിവിടുന്ന ഓരോ ഇൻഫർമേഷനും ഓരോ വിവരണങ്ങളും നമ്മുടെ അന്നത്തെ മാനസിക സ്ഥിതിയെ ബാധിക്കും. നമ്മുടെ മനസ്സിനെ ശാന്തമായും സന്തോഷമായും വെക്കണമെങ്കിൽ അതിനെ ശക്തമാക്കുന്ന വിവരണങ്ങൾ, പോസിറ്റീവായ ഇൻഫർമേഷൻ നമ്മൾ സ്വീകരിക്കുന്നതോടൊപ്പം അത് പ്രാവർത്തികമാക്കുവാനും കൂടി നമുക്ക് ശ്രദ്ധിച്ചു തുടങ്ങാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.